ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. നമ്മൾ വീട് മാറാൻ പോവുകയാണ്. മറ്റന്നാളെ നമ്മുടെ പാല് കാച്ചാണ്. നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഏസയൊക്കെ മാറ്റി നമ്മൾ മറ്റന്നാളെ പാല് കാച്ചാണ് വേണമെന്നുള്ള വരി വന്നു. അപ്പോൾ വീട് മാറാൻ സമയമായിട്ടുണ്ട്. ഈ വീട്ടിൽ വന്ന് കറക്റ്റ് 7 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ വീട് മാറാൻ പോവുകയാണ്. ഇന്ന് നാളെ ആയിട്ട് കംപ്ലീറ്റ് സാധനം മാറ്റും. കുറച്ച് മുമ്പായിട്ട് എൻ്റെ അപ്പയുടെ ആട്ടയിൽ വാണിയുടെ അപ്പയുടെ ആട്ടയിലായിട്ട് 2 ട്രിപ്പ് അടിച്ച് കുറേ സാധനങ്ങൾ മാറ്റി. ചില്ലറ സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ. ഇനി മാറ്റാനുള്ളത് കുറച്ച് വലിയ സാധനങ്ങളുണ്ട്. ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ. കട്ടിൽ, മെത്ത പോയി, കട്ടില്, അലമാര, കട്ടില്, അലമാര, മേശ, ഡൈനിങ് മേശ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പോൾ ഇത്രയും സാധനം കൊണ്ടുപോകുന്നത് നമ്മൾ ആട്ടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതിനുവേണ്ടി വേറെ വണ്ടി ഏർപ്പെട്ടിട്ടുണ്ട്. ആ വണ്ടിയുടെ പേരാണ് ടാറ്റ എയ്സ്. ഒരു വാന് പോലത്തെ, വാനല്ലോ, ഒരു ചെറിയ ആട്ടോ പോലെ ഇരിക്കും. ഗുഡ്സ് വണ്ടിയാണത്. അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ പുതിയ വീട്ടിൽ പോകുന്നതിന് സന്തോഷമുണ്ട്. അതേ സമയത്ത് ഈ വീട്ടിൽ ഇരുന്ന് വിട്ട് പിരിയാൻ നല്ല വിഷമമുണ്ട്. കാരണം ഈ വീട്ടിൽ നമ്മൾ ഒരുപാട് നിനക്കില്ലേ നീ കൊച്ചായുണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഈ വീട്ടിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് ദുഃഖങ്ങളും, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ നമുക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഈ വീടിനെ ഒരുപാട് മിസ് ചെയ്യും. എന്താ പറയാ, ചുമ്മായിരുന്നു നീ അവിടെ സെന്റിമെന്റിൽ നിൽക്കുകയാണ്. മനസ്സിലായി? എനിക്ക് വിഷമം ഒന്ന് അറിയിക്കണം. ഞാൻ എമോഷണൽ ഫീൽ ഒന്ന് പറയണം അവരുടെ അടുത്ത്. നിനക്ക് കുഴപ്പമില്ല, നിനക്ക് കൊച്ചാണ്ട് വിഷമമില്ല. നീ ഇവിടെ വന്നപ്പോൾ എത്ര മാസം അറിയാമോ? 9 മാസം എന്തായിരുന്നു നിനക്ക്? 1 വയസ്സ് പോലെ തികച്ചില്ല അവർക്ക്. ഇപ്പോൾ കറക്റ്റ് 7 വയസ്സായി. ഈ നിമിഷം വരെ നിനക്ക് ഒരുപാട് ഓർമ്മകൾ ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഈ വീടിൻ്റെ അടുത്ത് കുറച്ചെങ്കിലും ഒരു സെന്റിമെന്റ് കാണിച്ചിട്ട് പോണം. ഓക്കെ? എന്ത് സെന്റിമെന്റ് എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം. ഇവിടെ ഒളിച്ചു കളിക്കാനൊന്നും സ്ഥലമില്ല. അവിടെയാണെങ്കിൽ ദൂരെ ഇങ്ങനെ ഓടും. ഒളിച്ചു കളിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോണത് അല്ലേ? താമസിക്കാനല്ല പോണത്. എന്തോന്ന് കാണിക്കണത്? ഇപ്പൊ ഈ വീട്ടില് പറയാനൊന്നും ഇല്ലേ ഓർമ്മകളായിട്ട് പറയാനായിട്ട്? വാസുക്ക് ജനിച്ച ഏത് വീട്ടില്? അത് ഓർമ്മകളല്ലേ അതൊക്കെ? കൈ അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതും കൂടെ പറഞ്ഞേക്കാം എല്ലാവർക്കും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എത്രാമത്തത്? 80ാമത്തത് അല്ലേ? 80th ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യ ദിനം. സ്വാതന്ത്ര്യ ദിനം ആശംസകൾ. ജയ് ഹിന്ദ് പറ. ജയ് ഹിന്ദ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തുടങ്ങിയില്ല, സാധനങ്ങൾ മാറ്റണ്ടേ? ഒരുപാട് സാധനം മാറ്റമുണ്ട്. ഇപ്പോൾ ഇത് വന്നിട്ട് അപ്പയുടെ അമ്മയുടെ ബെഡ്റൂമാണ്. ഇവിടെ വന്നിട്ട് AC ഒക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഉള്ളത് പിന്നെ മെത്ത വെടിക്കട്ടെ. നമുക്ക് എന്തായാലും രാത്രി ഇന്ന് നാളെ ഇവിടെ കിടക്കണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞ് വായിക്കണം എന്തായാലും. അമ്മ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് വിഷമമുണ്ട്, എന്നെ പോലെ തന്നെ അല്ലേ മാ? അടുത്ത പോകുന്ന വീട് ലാസ്റ്റ് വീടായിരിക്കണം, വാടക വീട്. പിന്നെ നമ്മൾ സ്വന്തം വീട് എന്തായാലും വച്ചിരിക്കണം അല്ലേ? ഇപ്പോൾ ഇത് നമ്മൾ വാടക വീടായാലും നമ്മൾ സ്വന്തം വീട് പോയി നമ്മൾ സ്നേഹിച്ചത് ഈ വീട്ടിനെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വിഷമമാണ് നമുക്ക് മെയിൻ വിഷയമായത്. അപ്പോൾ എന്തായാലും ആ വീട്ടിൽ പോയാലും നമ്മളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഈ വൈബിൽ നമുക്ക് ആ വീട്ടിൽ സെറ്റ് ആവും. വേറെ വിഷയമൊന്നുമില്ല. ആദ്യത്തെ ഒരു കോവിലൊക്കെ അടുത്തുണ്ട്. അജയാലമ്മ കോവിലാണ് അടുത്തുള്ളത്. നടന്നു പോലെമാ. ദേവി കോവിൽ അടുത്ത് തൊഴാം. പൊങ്കാലയ്ക്കൊക്കെ എവിടെയും പോകണ്ട. തൊട്ടടുത്ത് മഹാദേവർ കോവിലുണ്ട്. എന്ത് വേണം അല്ലേ? ആ സന്തോഷമുണ്ട്. എന്നാലും ഇവിടെ ഒന്ന് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് ശരിയാവും. അവിടെ പോകുമ്പോൾ ഫസ്റ്റത്തെ 2 ദിവസത്തെ ഒരു വിഷം മാറി, പിന്നെ അങ്ങ് പഴകിക്കോളും. നമ്മളവിടെ വൈശൂട്ടി വാസുക്ക് ഇരിക്കുകയല്ലേ, 2 പൊടി മക്കളുണ്ട്. ഈ ഇവിടെ ഇവരുണ്ടെങ്കിൽ എവിടെ പോയാലും ശരി ആ വീട് നല്ല ഒരു സന്തോഷം വൈബുമായിരിക്കും അല്ലേ വൈശൂട്ടി? നിങ്ങളെ കൊള്ളമുണ്ട്, നമുക്ക് വിഷമങ്ങളും തോന്നൂല്ലെന്ന്. നീ വാസുകി കാണിക്കുന്ന ഈ അക്രമം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്തോ ഞാൻ പറയട്ടാ, സർപ്രൈസാ പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഈ വീട് മാറുന്ന വ്ളോഗ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ ഫാമിലി കാണിച്ച് കുറേ ദിവസമായി. അപ്പൊ ഇങ്ങനെ എന്തായാലും നിങ്ങളെ ഫാമിലിയും കാണിച്ച് വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷമാണോ ദുഃഖമാണോ? 2 മിക്സ്ഡ് ആണ്. അപ്പൊ ഈ വർഷത്തെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഉത്സവവും അല്ലേ എല്ലാം അവിടെ തന്നെ. ഫസ്റ്റ് പോയടനെ ഓണം വരും, പിന്നെ വാസുകുട്ടിക്ക് ചോറൂണ് പറഞ്ഞ് എല്ലാം ഇനിയുള്ള എല്ലാ ഫെസ്റ്റിവലാണ്. പിന്നെ അവിടെ പോയാലും സിറ്റിക്കകത്ത് പോയാലും ഫെസ്റ്റിവൽ ആണല്ലോ. എന്ത് വിശേഷം നടന്നാലും ഫെസ്റ്റിവൽ ആണ്. നമ്മളെ കുമാർ കഫേ ഹോട്ടൽ അടുത്ത് തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. എപ്പോ വേണം തിന്നാൻ പോയി. രാത്രിയൊക്കെ വിശക്കും. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് പൂജപ്പുര പോകണമെങ്കിൽ 1 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. അപ്പൊ ഞാൻ വരുമ്പോൾ എന്തെങ്കിലും സാധനം മറന്നു പോയി കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങാൻ പോകണമെങ്കിൽ പാടാണ്. ഞാൻ ടയർഡായിരിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ നടന്നു പോയി വാങ്ങാൻ പറ്റില്ല. അത് അങ്ങനെയല്ല, കിള്ളിപ്പാലാകുമ്പോൾ നമുക്ക് നടന്നു പോകണ ദൂരമുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ വേറൊരു വലിയ ഓർമ്മയുണ്ട്. കോവിഡ് വന്ന് കയറിയപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ് കോവിഡ് അല്ലേ? അപ്പോൾ കോവിഡ് ഡേയ്സ് ഒക്കെ അല്ലേ ഇഷ്ടംപോലെ സിനിമകൾ വീട്ടിൽ കണ്ടത്. സത്യം പറയാൻ ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുമ്പോൾ
അതായത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കാപ്പി കുടിക്കാൻ നേരത്തെ അവിടെ TV കാണും. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെന്തായാലും മിസ് ചെയ്യും ഒരുപാട്. സത്യം പറഞ്ഞാൽ നമ്മളെ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം ഇതാണല്ലേ, ഓരോ വീട് മാറി ഓരോ ഓർമ്മകളാണ്. ആ വീട് വിട്ട് പോകാൻ മനസ്സൊരുമില്ല. നമ്മളെ വീട് അല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഈ വീട്ടിൽ നമ്മൾ എമോഷണൽ ഫീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫീൽ ഉള്ളതുകൊണ്ട് ഈ വീട്ടിലൊരു ജീവനുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിട്ട് പിരിയാനുള്ള ഒരു വിഷമം ഉണ്ടാകുന്നത്. എന്നാലും മാറിയില്ലേ പറ്റൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അവിടെ യൂണിയൻകാരെ പ്രശ്നമില്ലല്ലോ. അതായത് യൂണിയൻകാർക്കും ജീവിക്കണം വേണമെന്ന് പറയണം. നമ്മളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കും അല്ലേ, നമ്മളൊക്കെ ഒരുപാട് ചിലവാക്കിയാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു പൈസ ആയാലും അഡ്വാൻസ് കൊടുത്തിട്ട് ഇത്രയും സാധനം മാറ്റി വണ്ടി വാടക കൊടുത്തിട്ട്. അപ്പോൾ നമ്മളേന്ന് പറയാം, ചോദിക്കണേ പറയാം, കാര്യം പറയാം ചേട്ടാ, കുഴപ്പമില്ല, ഒന്നും പറയില്ലായിരിക്കും അല്ലേ. അയ്യോ, അപ്പോൾ നമ്മളെ കിച്ചു ആൻഡ് ഫാമിലി വന്നിട്ടുണ്ട്. കിച്ചു ആൻഡ് ഫാമിലി ഇല്ല, എൻ്റെ ചേട്ടൻ ആൻഡ് ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചു എണ്ണ വാ, സാധനം മാറ്റാൻ നീയൊക്കെ ഉള്ളു സപ്പോർട്ട് ചെയ്യും, വേറെ ആരും എനിക്ക് ഇല്ല കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അലമാരും കട്ടിലൊക്കെ മാറ്റേണ്ടത്. നീ ഒറ്റയ്ക്ക് മാറ്റൂല്ലോ. മിസ്റ്റർ ബ്രഹ്മചാരി സിനിമയിൽ പറയും പോലെ, കാണിക്കും പോലെ മോഹൻലാൽ ഒറ്റയ്ക്ക് മാറ്റൂലേ, അതേപോലെ നമ്മളെ കിച്ചു മാറ്റാൻ പോവുകയാണ്. നീല നൊറോട്ടോയുടെ ഫാന്, ഒറ്റയ്ക്ക് 10 പേര് അടിക്കണം ആംബിയർ ഉണ്ടോ നിനക്ക്? മാറ്റാൻ പിന്നെ നൊറോട്ട പൊറോട്ട കറോട്ട എന്നുണ്ടല്ലേ. വീട് മാറുന്നത് ഒരുപാട് വിഷമമുണ്ട്. നല്ല വീടായിരുന്നു ഇത്. ആ വീട് പുതിയത് കണ്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. കാണുമ്പോൾ ശരിയായിക്കോ. നമ്മൾ ഇവിടെ നിന്നാണ് കൊടൈക്കനാലുള്ളത്, ഈ സ്പോട്ടിൽ നിന്നാണ് കൊടൈക്കനാൽ വ്ലോഗ് ചെയ്തത്. ഇവളെ ബർത്ത്ഡേ, കുഞ്ഞാടെ നൂലിട്ടൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നശിക്കാൻ പോണു. നശിക്കാന്നല്ല, മിസ് ചെയ്യാൻ പോണു. എനിക്കൊരു ചെറിയ വിഷമമുണ്ട്, പക്ഷെ ഓടാൻ സൂപ്പർ. ഓണോ? ഓടാൻ എവിടെ ഓടാൻ? എവിടെ? അവിടെ വീട്. എനിക്ക് ചെറിയ വിഷമമുണ്ട്, പക്ഷെ ഓടാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ചെറിയ വിഷമമുണ്ട് ഇവിടെ നിന്ന് പോവാൻ, പക്ഷെ ആ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നല്ല ഓടാൻ ഇഷ്ടമാണ്. ഓടി കളിക്കാൻ നല്ല സ്ഥലം ഉണ്ടെന്ന് പറയണം കേട്ടാ. എന്തെങ്കിലും പറഞ്ഞോണ്ട് ഓടുന്നുണ്ട്. കാറ്, കാർ കൊണ്ടുപോകണം ഇവിടെ. അപ്പൊ അതെന്തായാലും കൊണ്ടുപോകണം. നിങ്ങൾ കണ്ടില്ലല്ലോ, ഗ്യാരേജിലുണ്ട്, കാണിച്ചില്ല. ഒപ്പോ കിട്ടില്ല കാറില്ലേ, ഒരു രക്ഷയില്ല കേട്ടാ. ഓ, ഇതിൽ എല്ലാവർക്കും പോവാലോ ഇരുന്ന് സൂപ്പറായിട്ട്. മതി മതി മതി, വീണളയില്. അപ്പൊ ഇനി കാറ് വാങ്ങണ്ട, നമുക്ക് ഈ കാറിൽ ട്രിപ്പ് പോകും എല്ലാവർക്കും അല്ലേ. എല്ലാവരും ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ. അല്ല, സൂപ്പർ കോമഡി കേട്ടാ, മാറിയില്ല അവിടെ. ശരി, ഓക്കെ, വാ. ആസുഖി എന്ന് പറയല്ലേ, മൈക്ക് പിടി. എന്ത് മക്കളെ? കൈനെ കടിച്ചു പോയി, നല്ല കടിച്ചു പോയി. ഇന്ന് രാത്രി സാധനം മാറ്റി തീരും മിക്കാറ്. നാളെ ഇനി വേറെ ജോലിയൊന്നുമില്ല. നാളെ പിന്നെ ഒതുക്കണം വീട്ടിൽ പോയിട്ട്, അവിടെ പോയിട്ട്. അത്ര തന്നെ, വേറെ ജോലിയൊന്നുമില്ല. സൗമ്യ ഹായ് പറ, എന്തെങ്കിലും പറയട്ടെ, പറ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. വ്ലോഗ് ചെയ്ത് കുറേ ദിവസമായില്ലേ? അതെ, വ്ലോഗ് ചെയ്ത് കുറേ ദിവസമായി. റീൽസ് നമ്മൾ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് മാത്രം. റീൽസ് കുറേ ദിവസമായി. റീൽസ് ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ റീൽസ് കണ്ടാണ് എല്ലാവരും. നമ്മളെ ചേട്ടത്തില് എങ്ങനെയാണ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, നിങ്ങൾ കമന്റ് ബോക്സിൽ പോയിട്ട്. ഭയങ്കര അഭിനയമാണ്, ചെറുതായിട്ട് ഒരുപാടൊന്നുമില്ല, ചുമ്മാ. അഭിനയം എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കണം. ഒറ്റ ടാക്കിൽ തന്നെ 10 ടാക്ക് എടുക്കും. അതെ അതെ, അത്രയ്ക്കും മികച്ച അഭിനയമാണ്. നീ എടുത്ത കൊച്ചിനാ കൊള്ളാലോ, എടുക്കാറായില്ലേ നീ? പോ താളന്നൊരു പരുവായിട്ടാ. സത്യം പറഞ്ഞാൽ വീട്ടു സാധനം മാറ്റുന്നത് പറഞ്ഞ നിസ്സാര കേസല്ല, ഊപ്പാട് പോ. ഇനി അടുത്ത പ്രാവശ്യം വീട്ടു സാധനം മാറ്റണമെങ്കിൽ അത് സ്വന്തം വീട്ടിലായിരിക്കണം അല്ലേ. ഇപ്പോൾ വീട് ഇപ്പോൾ ഫുള്ളും ഗാലിയായിട്ടുണ്ട്, ഒറ്റ സാധനമില്ല. ഇനി കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. അത് മറ്റേ മെത്തയും തലാണയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വാസുകിയുടെ ഊഞ്ഞാലുണ്ട്, പിന്നെ കർട്ടനുണ്ട്. കിച്ചു വാ, എന്തോ കുടിക്കണത്? ഷാർജ എന്ന പേരിൽ ബൂസ്റ്റ് ഹോർലിക്സ് മിക്സ് ചെയ്ത ഷേക്ക്. ഷാർജ ആകുമ്പോൾ തണുത്ത ഐസ് കട്ടി പോലെ പാലിരിക്കണം. ഇത് സാധാരണ നമ്മൾ തണുത്ത പാലിൽ ചുമ്മാ കലക്കി കുടിക്കണം അല്ലേ. കൊള്ളാം, അങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കുടിക്കാൻ പോകണം, വിശക്കണ്. മണി ഇപ്പോൾ രാത്രി കറക്റ്റ് 11:45 മണിയായി. ഓ, അങ്ങോട്ട് പോ. വീട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇപ്പോൾ
ചാർജ് എങ്ങോട്ട് കൊള്ളാം. എവിടെ എൻ്റെ ചാർജ് എവിടെ? എനിക്കിന്നെ നീ കുടിച്ചാ? സൂപ്പറായി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ അല്ലേ മാ? കഴിഞ്ഞാ? എല്ലാം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനി പുതിയ വീട്ടിൽ പോയിട്ട് പാല് കാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും. തിങ്കളാഴ്ച രാവിലെ ഒരു 6-7 മണിക്ക്. ഇന്ന് ശനിയാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നും നാളെയും രാത്രി ഉറങ്ങാൻ മാത്രം ഈ വീട്ടിൽ വരും. കാരണം കർക്കിടകമായിട്ട് നമ്മൾ അവിടെ പോകാൻ പാടില്ല. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ തൊട്ടാണ് നമ്മൾ അവരോട് സെറ്റിൽ ആകുന്നത്. എന്ത് ചെയ്യണേ മക്കള്? ബഹളമാണല്ലോ ഇവിടെ കിടന്ന്. ചവിട്ട് നല്ല ചവിട്ടി കൊടു. ചവിട്ടി കടിച്ചു പോയി. രാത്രി കടിച്ചു പോയി. 2 days later. Ten hours later. ഓക്കെ. അപ്പം ഈ വീടിന് ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും മാറ്റി പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. എല്ലാവരും മുമ്പോട്ട് പോയി ഞാനും വൈശു മാത്രം ലാസ്റ്റ് ബാക്കിൽ പോവുകയാണ്. ഓക്കെ. ഇപ്പോൾ വീട്ടിലൊരു ടാറ്റ പറ. പോന്നാ നമുക്കൊന്നൊരു സ്വന്തം വീട് വരും. നമ്മളപ്പം നല്ല സുഖല്ലേ? ഓക്കേടാ, പോയിട്ട് വരാം. അങ്ങനെ വീടിൻ്റെ പാല് കാച്ചലും കഴിഞ്ഞ് കറക്റ്റ് 3 ദിവസത്തെ മുകളിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ജോലിയാണ് വീടിനകത്ത്. വീട് മാറുന്നത് വിഷയമില്ല. ഈ വീട് മാറിക്കഴിഞ്ഞ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കറക്റ്റ് അടുക്കി വെക്കണം ഓരോടത്തും കൊണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തേടി പോയി കഴിഞ്ഞ് കെട്ടേയില്ല. പാൻറ്റ് അവിടെ, ടീഷർട്ട് അവിടെ, ബെൽറ്റ് അവിടെ, പെർഫ്യൂം അവിടെ, ചീപ്പ് അവിടെ, പൗഡർ അവിടെ. എൻ്റെ അമ്മോ താളന്നൊരു പരുവായിട്ടാ. അല്ലേ വിശുട്ടി? എല്ലാം ഓക്കെ ആയല്ലോ. തിങ്കളും ചെവ്വയും സ്കൂളിൽ പോയില്ല. കഷ്ടം തന്നെ സത്യം പറയാലോ. ചൊവ്വാഴ്ച PT ഉണ്ട്. കുഴപ്പമില്ല, പോട്ടെ. എന്നാലും സാധനം മാറ്റാൻ കാര്യങ്ങളും അതിനിടയ്ക്ക് കുറച്ച് ഇവർക്ക് വയ്യാതായി. അവിടെ നിന്ന് ഇവിടെ മാറി വന്നപ്പോൾ പൊടി അലർജി കാരണം അങ്ങനെ പറഞ്ഞ ലീവ് എടുത്തോ നീ? അപ്പോൾ ആരും പറയാൻ പാടില്ല കേട്ടല്ലോ. ഓക്കെ. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല. സാധനം മാറ്റുന്ന സമയത്ത് ഇത്തിരി എല്ലാവരും ഒരു ബഹളത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ നിന്നിരിക്കാൻ സമയമില്ല. അതാണ് മെയിൻ കാര്യം. സ്കൂളിൽ പോയില്ല 2 ദിവസം കൊണ്ട്. കുഴപ്പമില്ല. ഇന്ന് പോയി ബുധനാഴ്ച അല്ലേ? നമ്മൾ ഇന്ന് സാധനം മാറ്റിയത് കറക്റ്റ് ലാസ്റ്റ് തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോൾ എല്ലാ സാധനവും മാറ്റി വീട്ടിൽ എത്തിയിട്ടുണ്ട്. ശനി, ഞായർ, തിങ്കൾ 3 ദിവസം കൊണ്ട് സാധനം മാറ്റിയത്. പിന്നെ ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് വീട്ടിലായിരുന്നു. ജോലിക്ക് പോകുന്ന വൈകുന്നേരം മാത്രമാണ്. ബാക്കി സമയം ഫുള്ള് ഇവിടെ തന്നെ കാര്യം കംപ്ലീറ്റ് റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നു. ഇനി നാളെ തൊട്ട് ഇനി പകലും ജോലിക്ക് പോകണം, വൈകുന്നേരം ജോലിക്ക് പോകണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം മറന്നുപോയി. ഇപ്പോൾ ബ്ലോഗ് എൻ്റെ ആ സമയം അതിന് മുമ്പായിട്ട് നമ്മൾ വീട് കാണിക്കണ്ടേ? ഹോം ടൂർ ഒന്ന് കാണിച്ചിട്ട് എൻ്റെ ചെയ്തേക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഇതൊരു ചെറിയ ഗേറ്റ്, കാർ പാർക്കിംഗ് ഉണ്ട്. ബൈക്ക് മാത്രം വയ്ക്കാൻ പറ്റുള്ളൂ, ഓട്ടോ വയ്ക്കാൻ പറ്റില്ല. സിറ്റിക്കകത്തായതുകൊണ്ട് നമുക്ക് ഈ വാടകയ്ക്ക് ഇത്രയും നല്ല സൗകര്യം കിട്ടണം ഭയങ്കര കാര്യമാണ്. നമ്മൾ കുറച്ച് ലോങ് പോയി കഴിഞ്ഞാൽ ഫുൾ സൗകര്യത്തോടെ വലിയ പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാ വീട് കിട്ടും. പിന്നെ നമുക്ക് സിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യത്തിനും ഓടി പോവല്ലോ എവിടെ വേണമെങ്കിൽ അല്ലേ. ഇതാണ് കാർ പാർക്കിംഗ് കേട്ടല്ലോ. ഇവിടെ വൈശുവിൻ്റെ കാർ പാർക്കിംഗ് കുഴപ്പമൊന്നുമില്ല. വൈശുവിൻ്റെ സൈക്കിളൊക്കെ അത്ര സ്പേസ് കൂടുതലാണ്. വൈശുവിൻ്റെ കാർ എന്തായി കൊടുത്താ? കൺമണി കൊടുത്തല്ലേ? അതിപ്പോൾ ആവശ്യമില്ല. അപ്പം അത് ബ്രേക്കൊന്നും ഇല്ല കാറിൽ. ചായ കുടിച്ചാ? ഫുഡ് കഴിച്ചാ? നോക്കണോ നോക്ക്, വലിയ ആളെ പോലെ. സംഭവം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റ കടിയാണല്ലേ അവളിട്ട്. കടിക്കാൻ പല്ലില്ല, എന്നാലും കടിക്കും.
പിന്നെ നാഗോട്ട് വാന്തി വയ്ക്കും, മുറിച്ച് വയ്ക്കും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഔട്ട് സൈഡ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏരിയ സ്റ്റാർട്ട് ആവുന്നത്. ഈ നഗറിൻ്റെ പേര് ഓർമ്മയില്ല, എന്തോ ഒരു പറഞ്ഞല്ലോ, SCTR വടക്കേ കോട്ട അല്ലേ? വടക്കേ കോട്ട നഗറെന്തോണ്. അപ്പോൾ അകത്ത് പോന്നാ, ബാ കമോൺ. ഗേറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് പാർക്കിങ്, പിന്നെ ഇത് സിറ്റ് ഔട്ട്. അപ്പോൾ ഇത് സിറ്റ് ഔട്ടാണ്. ഇവിടെ എന്തെങ്കിലും 2 കസാര ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇരുന്ന് ചായ കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അകത്ത് വെച്ചാൽ പിടിക്കാം. അപ്പോൾ ഇത് നമ്മളെ ഹോളാണ്, അല്ല വലിയ സ്പേഷ്യസ് ആയ ഹോളാണ്. അപ്പോൾ അതിനോട് സൂപ്പർ അല്ലേ? ഇതെൻ്റെ സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ എന്നല്ല, ഒരു സാധാരണ കമ്പ്യൂട്ടർ അത്ര തന്നെ. പിന്നെ ഒരു കാര്യം, ഞാൻ ഗെയിമർ സുതിയല്ല, കുറേ പേര് കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗെയിമറാണെന്നുള്ളത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വന്നിട്ട് ജാംബോൻ്റെ കാലത്ത് കമ്പ്യൂട്ടറാണ്. ഇത് നമ്മൾ ഓണായി കഴിഞ്ഞാൽ ഓണായി വരാൻ ഒരു അരമണിക്കൂറെങ്കിലും ആവും. ഇതിൽ ഗെയിമല്ല, ഒരു MS ഓഫീസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും അരമണിക്കൂറാവും. അതുകൊണ്ട് ഞാൻ ഗെയിമർ സുതിയില്ല, അത് വേറെ ആൾ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. ചുമ്മാ ചോദിക്കില്ല കമൻറ്റ് ബോക്സ് കയറി. അപ്പോൾ ഇത് നമ്മളെ ഷോക്കേസാണ്. ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളെ എന്തോ അത് സിൽവർ ബട്ടൺ, നമ്മൾ അവാർഡ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈഷുവിൻ്റെ സ്കൂൾ ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മളെ എൻ്റെ വാണിയുടെ ഫോട്ടോ, പിന്നെ വൈഷുവിൻ്റെ അവാർഡ്, കപ്പുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കും. കുറേ സാധനങ്ങൾ എവിടേക്കെന്ന് അറിഞ്ഞൂടല്ലേ, എല്ലാം മിക്സായി കിടക്കുകയാണ് അവിടെ എവിടേക്കോ. ഇതാണ് അമ്മയുടെ മുറി, അമ്മയുടെ അപ്പയുടെ. സ്വന്തം വീടാകുമ്പോൾ ഒരു വീട്ടിൽ ഇരുന്നാൽ മതി, വാടക വീടാകുമ്പോൾ എല്ലാ വീടും പോകണം. പക്ഷെ നിറയെ വീടുകളൊക്കെ കാണാം. പക്ഷെ ജോലി ചെയ്ത് പാട് പോവും, ഭയങ്കര ക്ഷീണം. അപ്പോൾ ഈ റൂമിൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഈ 2 കർട്ടൺ ആവുന്നുണ്ട്, 2 ജനലായിട്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ അമ്മയുടെ മുറി ഓക്കെയാണ്. പിന്നെ ഉള്ളത് നമ്മളെ മുറി. അപ്പോൾ നമുക്കുള്ളത് മൊത്തം 2 മുറിയാണ്. ഒന്ന് ഈ മുറി എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇവിടെ സ്പേസ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ മുറിയാക്കി. പക്ഷേ ഈ മുറിയിലാണ് അറ്റാച്ച് ബാത്റൂം ഉള്ളത്, ആ വിഷയം മെയിനായിട്ട്. ഒരു കാര്യം, ഈ മുറി വൈഷുവിന് എടുക്കാം. ഓക്കെ, വൈഷുവിൻ്റെ സ്റ്റഡി റൂം, വൈഷുവിനുള്ള സാധനങ്ങൾ ഇവിടെ വയ്ക്കാം. ഓക്കെ, സന്തോഷമായല്ലോ. അപ്പോൾ നമ്മളെ പഴയ വീട്ടിൽ 2 AC ഉണ്ടായിരുന്നു, ഒന്ന് എൻ്റെതും ഒന്ന് അപ്പയുടെ അമ്മയുടേതും. അപ്പോൾ ആ 2 AC ഇവിടെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് സമയമാകുമ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യണം. നമ്മൾ റൂമിൽ കാണിക്കാവുന്നത്, AC പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ബാത്റൂം. അത് ഓൺ ചെയ്യാനുള്ള ലൈറ്റ് ഒന്ന് ഇതല്ലേ? ഓക്കെ, ഇതാണ് ബാത്റൂം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്ര തന്നെ. ഇതൊന്നും കൂടുതൽ കാണിക്കാനൊന്നുമില്ല. പിന്നെ വന്നിട്ട് അവിടെ എല്ലാം കാണിച്ചല്ലോ. ഇനി ഉള്ളത് ഡൈനിങ് ഹോളാണ്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഈ ടേബിളിൻ്റെ മുകളിൽ കയറി ഫാൻ ഫിറ്റ് ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് ആ ജോലിയായിരുന്നു. ഇവിടെ ഫാനില്ലായിരുന്നു, നമ്മൾ കൊണ്ടുവന്ന ഫാനിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ട്. നല്ല സ്പീഡിൽ കറങ്ങും, നല്ല കാറ്റുണ്ട്. സംഭവം ഇന്നലെ ഫുഡ് കഴിക്കാൻ നേരത്ത് കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ട്. ഇന്ന് ഫാൻ ഫിറ്റ് ചെയ്തതുകൊണ്ട് നല്ല പോലെ കാറ്റ് കൊണ്ട് ഫാൻ കഴിക്കാം. ഫുഡ് കഴിക്കാം. ഫാൻ കഴിക്കും ഞാൻ അങ്ങനെയാണ്. ഫാൻ കഴിക്കും, പിന്നെ TV കഴിക്കും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ മുറിയാണ്. എൻ്റെയും വാണിയുടെയും വൈഷുവിൻ്റെയും വാസുകിയുടെയും 4 പേരുടെ മുറി അല്ലേ വൈഷുട്ടി? മുറി കംപ്ലീറ്റ് ഇത്തിരി അലങ്കൊല കിടക്കുകയാണ്, കുറച്ചുകൂടെ റെഡിയാക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വീട്ടിൽ സ്പെഷ്യൽ കാര്യമുണ്ട്, കാണിച്ചു തരാം. ഇവിടെ പൂജാമുറിയുണ്ട്. ഒരു ഇതിനകത്ത് കയറും സത്യം പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ്. അത് കയറി കഴിയുമ്പോൾ അത് കോവിലിൽ പോയി ഫീൽ കിട്ടണം. ആ മണവും ആ വിളക്കിൻ്റെ ആ ഒരു തീ കത്തുന്ന ആ ജ്വാലയുടെ ആ ഒരു എത്രയും പറഞ്ഞാൽ അതിൽ കൂടുതൽ പറഞ്ഞ് നമ്മൾ ഇത് ക്രിഞ്ചാവണ്ട അല്ലേ. പിന്നെ ഇത് അടുക്കള. അപ്പോൾ അടുക്കള വലിയ കുഴപ്പമില്ല, ഒരു മീഡിയം സൈസിലാണ്. അവിടെ കുറച്ച് വലുതാണ്, ഇവിടെ കുറച്ച് ചെറുതാണ്. എന്നാലും കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ഷെൽഫും കാര്യങ്ങളും സൂപ്പറായി, നല്ല ഇഷ്ടംപോലെ പാത്രങ്ങൾ അടുക്കി വയ്ക്കാം അവിടെ തന്നെ. സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റൈൽ വീടാണ്, കേരള സ്റ്റൈൽ വീടല്ല. അപ്പോൾ ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു തമിഴ്നാട്ടിൽ പോയ ഫീലാണ് കിട്ടുന്നത്. പിന്നെ അതുമില്ല, തൊട്ടടുത്ത ആൾക്കാർ ഫുൾ തമിഴ് ആൾക്കാരാണ്. എവിടെ നോക്കിയാൽ തമിഴ് ഭാഷയാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഒരു തമിഴ്നാട്ടിലിരിക്കുന്ന ഫീലാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ഫീലാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് അടുക്കള. ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ബാത്റൂം വിത്ത് ടോയ്ലറ്റ്. അത് കാണിക്കാനൊന്നുമില്ല, എന്തോ കാണിക്കാനില്ലേ? അങ്ങനെ കാണിച്ചേക്കാം, ഇനി കാണിച്ചിരുന്ന പരാതി പറയാമല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ വാഷിംഗ് മെഷീനുണ്ട്. ഇത് വാഷ് ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ എന്തോന്നുണ്ട് ഇവിടെ, അവിടെ എന്തെങ്കിലുമൊക്കെ സാധനം കയറ്റി വയ്ക്കാം, പഴയ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് ബാക്ക് വശമാണ്, അത് കാണിച്ചേക്കാം. തുണിയൊക്കെ വരച്ചേക്കാം, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ശരി, പിന്നെ ആവട്ടെ, എന്തായാലും കാണിച്ചേക്കാം. വന്നതല്ലേ, പയ്യകത്ത് കയറാം. ഓക്കെ, തുണിയൊക്കെ വിരിച്ച് ഉണക്കാൻ വയ്ക്കാം. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ചുമ്മാ പറയണമെന്നേ ഉള്ളൂ. വ്ളോഗാകുമ്പോൾ എന്തെങ്കിലും 4 കാര്യം പറയണ്ടേ, ഇൻട്രസ്റ്റിംഗ് അത്ര തന്നെ. ഓക്കെ, ഇത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല, കാണിക്കാനില്ല. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാം കാണിച്ചിട്ടുണ്ട് നല്ല പോലെ. എന്തെങ്കിലും കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, വേറെ ഒന്നും കാണിക്കാനില്ല. ഇതിനെ വീട് ഇത്രയാണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ വ്ളോഗിലും ഈ വീട് കാണിക്കാൻ ഞാൻ പോകണത്, അതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അല്ലേ മക്കളെ? അല്ലേ വാസുകി? വേറെ വിഷയം ഞാൻ പറയണ്ട അവിടുത്തെ. ഞാൻ വാസുകി സുഖമാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. വ്ളോഗ് എൻ്റെ ഞാൻ പോണ്, അവക്കൊന്നും പറയാനൊന്നുമില്ല. അവൾക്ക് ഇപ്പോൾ കൈ കടിക്കാൻ കൊടുക്കണം, ഭയങ്കര കടി കേട്ടോ. വരെ എൻ്റെ മുഖത്ത് അള്ളി പിടിച്ച് കൈ ഇവിടെ മുറിഞ്ഞു. അവിടെ നമുക്ക് അവൾക്ക് നല്ല വിഷം സമയത്ത് അവൾക്ക് ആഹാരം കൊടുത്തില്ലായിരുന്നു. അതിനു വേണ്ടിയാണ് എൻ്റെ കവളിലെ ഇങ്ങനെ അള്ളി പിടിച്ച് ഇവിടെ കളിച്ചത്. കടിക്കാൻ പല്ലില്ല, പക്ഷെ മുറിഞ്ഞ് നഖം കൊണ്ടിട്ട് നല്ല നഖം, ബ്ലൈഡ് പോലെ ഇരിക്കുന്നു. കഷ്ടം തന്നെ കാര്യങ്ങളൊക്കെ. വാ 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 ഇപ്പോൾ ഉമ്മതാ ഉമ്മതാ. നിൻ്റെ അക്ക വയസ്സുട്ടി ഉണ്ടല്ലോ, നീ കുറേ ഉമ്മ തന്നിട്ടുണ്ട്. നീ ഉമ്മതാ അതുപോലെ.
കാറാവേ താറാവേ നീന്തി കളിക്കുന്ന താറ. മഹേഷ് വാ, നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. എൻ്റെ അളിയൻ മഹേഷാണ്, എൻ്റെ വൈഫിൻ്റെ ചേട്ടൻ. വാ അങ്ങ് ഫ്രെയിമിൽ വാ. ജോലി കഴിഞ്ഞ് പറഞ്ഞ വഴിയാ പോയിട്ട് വന്നാ, നേരെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാ. ശരി വാ, എല്ലാവരും ഫ്രെയിമിൽ വാ, എൻ്റെ ചെയ്യാൻ പോകണം. എന്നാ പിടി. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. പറ LAPG പറ. ഷോർട്ട് ഫോമേ ഉള്ളൂ, ഫുൾ ഫോം നീ പറയൂല. ലൈഫ് അടിച്ച് പൊളിക്കാൻ കഴിച്ച് പഴയത് പണ്ട് 2021 പറഞ്ഞത്. ഇപ്പൊ 2026 പറഞ്ഞത് LAPG. കട്ടക്ക് നിൽക്കണം. പിന്നെ പ്രൊമോഷന്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, പറയട്ടെ. ഒരു 30 സെക്കൻഡ് പറഞ്ഞ് ചെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വണ്ടി ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടിയും നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് അതെന്നെ പറയാം. ഇങ്ങനെ ഹാർട്ട് പറയണമല്ലോ, കൈ ഒരു കൈയുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജ്, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി. എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ. ടാറ്റാ, ബൈ, സീ യു. ഹാപ്പി ഓണം വരാൻ പോവുകയാണ്, ഇപ്പോഴേ പറഞ്ഞേക്കാം.